എനിക്ക് മുൻപ് ഇവിടെ സംസാരിച്ച മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം പ്രിയപ്പെട്ട ഖലീൽ, സാജിദ്, ഷംസുദ്ദീൻ അടക്കമുള്ള നേതാക്കന്മാർ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഒരുപാട് നേരത്തെ എന്ന് വെച്ചാൽ കൃത്യമായും 4 മണിക്കൂറുകൾക്ക് മുൻപ് ആരംഭിച്ച ഒരു യോഗമാണിത്. പ്രൗഢമായ 4 പ്രഭാഷണങ്ങൾ നിങ്ങൾ ഇതിനോടകം കേട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെ അവശേഷിക്കുന്ന ആളുകൾ അവരാണ് അള്ളാന്റെ ദുനിയാവിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ക്ഷമയുള്ള ആളുകൾ. ഇനി അവരുടെ ക്ഷമ കൂടി പരീക്ഷിക്കാൻ ഞാൻ ഏതായാലും ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും വളരെ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ച് വളരെ വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കും. നമുക്കറിയാം, നാടൊട്ടുക്കും മുസ്ലിം ലീഗ് പാർട്ടി ഇത്തരത്തിലുള്ള ഒത്തുചേരലുകളും രാഷ്ട്രീയ സംഘാടനങ്ങളുമൊക്കെ സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. ഞാൻ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കൂടി നിരീക്ഷിച്ചപ്പോ കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഈ കാലയളവിൽ ഇത്ര സജീവമായി പ്രവർത്തന രംഗത്തില്ല. കാരണം ഈ കാലാവസ്ഥയുടെ ഒരു സവിശേഷതയാണ്. അവരാരും എവിടെയും പോയതല്ല. ഇങ്ങനെയൊരു കാലാവസ്ഥയിൽ സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനൊന്നും മെനക്കെടാറില്ല. പക്ഷെ മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ആരോഗ്യത്തോടെ ലീഗിന്റെ രാഷ്ട്രീയ ശരീരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ തെരഞ്ഞെടുപ്പ് ആരവങ്ങളിലേക്ക് പോവാണ്. നമ്മുടെ കേരളത്തിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്ത് തന്നെ വരും. നമ്മുടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന വർഷം നടക്കാനിരിക്കുന്നു. രാജ്യത്തെ തന്നെ വലിയ ഒരു സംസ്ഥാനമായ ബീഹാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ പോകുന്നു. അങ്ങനെ അനുനിമിഷം സംഭവ ബഹുലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് നാം ഉള്ളത്. നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസമാണെങ്കിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ പിറ്റേ ദിവസമാണ് മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനത്തിൽ നമ്മൾ ഒരുമിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടാൻ വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു ഉദാഹരണം, നമ്മളൊക്കെ ഇപ്പോ കേരളത്തിൽ വിശേഷിച്ച് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ആസന്നമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നമ്മൾ വോട്ട് ചേർക്കുന്ന തിരക്കിലാണ്. കേരളം മുഴുവൻ നമ്മുടെ പാർട്ടി കേഡർമാർ വീട് വീടാന്തരം കയറിയിറങ്ങി, സ്ത്രീകളടക്കം നേതൃത്വം കൊടുത്തുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന ഒരു പ്രക്രിയ പുരോഗമിക്കുന്ന സമയത്താണ് നമ്മൾ വർത്തമാനകാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തുന്നത്. നമുക്കറിയാം, കേരളത്തിൽ വോട്ട് ചേർക്കുക എന്ന് വന്നാൽ നിങ്ങൾ ഇവിടെ താമസക്കാരനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖ, അത് റേഷൻ കാർഡ് ആവാം, നിങ്ങളുടെ ആധാർ കാർഡ് ആവാം, നിങ്ങളുടെ നേരത്തെയുള്ള വോട്ടർ പട്ടികയിലെ നിങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് ആവാം. ചുരുക്കത്തിൽ ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുക എന്നത് കേരളത്തിൽ ഇപ്പോഴും വളരെ സുതാര്യമായ, വളരെ എളുപ്പത്തിൽ നടക്കാവുന്ന ഒരു പ്രക്രിയയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനം, കേരളത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഏതാണ്ട് 8 കോടി വോട്ടർമാർ, കേരളത്തിന്റെ വോട്ടർമാരുടെ ഏതാണ്ട് 4 മടങ്ങ് വോട്ടർമാർ വോട്ടവകാശം രേഖപ്പെടുത്തേണ്ടുന്ന നമ്മുടെ തന്നെ രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനമായ ബീഹാർ, ആ ബീഹാറിൽ മാസങ്ങൾക്കപ്പുറത്ത് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഈ പ്രദേശത്ത് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ വോട്ടു ചേർത്ത അതേ പ്രക്രിയ അവിടെയും നടക്കുന്നുണ്ട്. അവിടെ ലളിതമായ ഒരു സംഗതിയല്ല. ആ വോട്ടർ പട്ടികയുടെ ആദ്യഘട്ടത്തിൽ അവിടുത്തെ അതിതീവ്ര പരിശോധന പൂർത്തിയാകുമ്പോ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തുപോയത് 64 ലക്ഷം പേരാണ്. ആ 64 ലക്ഷം പേരെ പുറത്താക്കിയത് അവരിൽ പലരും മരിച്ചുപോയിരിക്കുന്നു, അവരിൽ പലരും രാജ്യം വിട്ടുപോയിരിക്കുന്നു,
അവരിൽ പലരും ബീഹാറിന് പുറത്താണ് ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് 64 ലക്ഷം പേരുടെ വോട്ട് വെട്ടിമാറ്റിയ പട്ടാപ്പകൽ കുറെ മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കുന്ന ഒരു പ്രക്രിയ ബീഹാറിൽ പൂർത്തിയായപ്പോ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് റീഫോംസിന് വേണ്ടി പ്രവർത്തിക്കുന്ന NGO അവരെ കോടതിയിൽ വന്നു. രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ കോടതിയെ സമീപിച്ചു. അങ്ങനെ കോടതിയെ സമീപിച്ച് ഈ കഴിഞ്ഞ ദിവസം രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് മുൻപാകെ ആ കേസിന്റെ വാദം നടക്കുമ്പോ അവിടെ നമ്മൾ കണ്ട ഒരു കാഴ്ച, ആ കേസിൽ ഒരു അഭിഭാഷകനല്ലാതിരുന്നിട്ട് കൂടി സുപ്രീം കോടതി അവസരം കൊടുത്ത് കറുത്ത കോട്ടിടാതെ ഒരു വക്കീലല്ലാതിരുന്നിട്ട് കൂടി കോടതിക്ക് മുൻപിൽ കേസ് ബാധിച്ച യോഗേന്ദ്ര യാദവ് ആ കോടതി മുറിയിൽ കൂടി നിൽക്കുന്ന ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടി. രാജ്യത്തെ പരമോന്നത നീതിപീഠത്തോട് പറഞ്ഞു, ആ നിൽക്കുന്ന മനുഷ്യൻ ശ്വസിക്കുന്നുണ്ട്, ആ നിൽക്കുന്ന മനുഷ്യന് ജീവനുണ്ട്, അയാൾ ജീവനോടെയുണ്ട്. ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന് മുൻപാകെ ഞാൻ കൊണ്ടുവന്ന് നിർത്തിയ ആ സാധാരണക്കാരനായ മനുഷ്യൻ അയാൾ ജീവിച്ചിരിക്കുന്ന ഒരാളാണ്. പക്ഷേ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് അയാൾ മരിച്ചുപോയിരിക്കുന്നു എന്നാണ്. ഇപ്പൊ ഒരുപക്ഷെ കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ഒരു കാവൽക്കാരനെ പോലെ നിലയുറപ്പിച്ച് ജനാധിപത്യത്തിന്റെ സംരക്ഷകരാവേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗപ്പെടുത്തി രാജ്യം ഭരിക്കുന്ന BJP ഇന്ത്യൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന്റെ ഭീകരമായ വർത്തമാനങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്ന നമ്മുടെ ലോക്സഭയുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു ഫോട്ടോ പുറത്തുവിട്ടു. ഒരു ചായ കുടിക്കുന്ന ചിത്രമാണ്. വലതു ഭാഗത്ത് 3 പേരും ഇടതു ഭാഗത്ത് 2 പേരും ഒത്ത നടുക്കു നിന്ന് രാഹുൽ ഗാന്ധി ചായ കുടിക്കുന്നു. എന്നിട്ട് അടിയിൽ ഒരു കുറിപ്പ് കൊടുത്തു. എന്താണ്? ഇലക്ഷൻ കമ്മീഷന് നന്ദി. എന്തിന്? മരിച്ചുപോയവർക്കൊപ്പം ചായ കുടിക്കാൻ എനിക്ക് അവസരം ഉണ്ടാക്കിയതിന് എന്നാണ്. ആ നിൽക്കുന്ന 6 പച്ച ജീവനോടെ നിൽക്കുന്ന മനുഷ്യർ മരിച്ചുപോയി എന്ന് രേഖപ്പെടുത്തി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നിന്ന് അവരുടെ പേര് വെട്ടുമാറ്റി. ഇനിയും അത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ 64 ലക്ഷത്തിൽ അവസാനിക്കുന്നതല്ല. ഒരുപക്ഷെ ഇന്ത്യയുടെ സുപ്രീം കോടതി മൂക്കുകയറിട്ട് പിടിച്ചില്ലെങ്കിൽ ബീഹാർ സംസ്ഥാനത്ത് 2 കോടി പേരുടെയെങ്കിലും വോട്ടവകാശം ഇല്ലാതാക്കുന്ന ഒരു വോട്ട് കൊള്ളയ്ക്കാണ് അവർ നേതൃത്വം കൊടുക്കുന്നത്. ഞാനതൊന്നും വിശദമായി പറഞ്ഞു പോവല്ല. എനിക്ക് മുൻപിൽ ഇരിക്കുന്ന മനുഷ്യർ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ മുൻപിൽ ഇരിക്കുന്ന ഈ 100 പേർ, ഇവരാണ് ഈ പ്രദേശത്തെ ഏറ്റവും ക്ഷമയുള്ള മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ. നിങ്ങളുടെ സമയത്തിൽ നിന്ന് ഇന്നത്തെ ദിവസം ഈ പാർട്ടി ചോദിച്ചു വാങ്ങിയത് ഇത്ര തിരക്കേറിയ ഈ കാലത്ത് അര ദിവസമാണ്. ഇത് ചെറിയൊരു കാര്യമല്ല. നിങ്ങൾ ആ അര ദിവസം ഈ പാർട്ടിക്ക് കൊടുക്കാൻ തയ്യാറായി, ഇതിനു വേണ്ടി ഇവിടെ വരാൻ തയ്യാറായി. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളെ പോലെ ഈ പ്രദേശത്ത് ചരിത്രത്തിന്റെ ഇന്നലകളിൽ ഈ പ്രസ്ഥാനത്തിന്റെ പതാക നെഞ്ചേറ്റിയ ആയിരക്കണക്കിന് മനുഷ്യർ, അവര് കൊടുത്ത സമയം, അവര് വിളിച്ച മുദ്രാവാക്യം, അവര് കൊണ്ട വെയില്, അവര് നടഞ്ഞ മന, ഹൃദയം പൊട്ടുമാർ ഉച്ചത്തിൽ ഈ പ്രദേശത്ത് അവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് ആർത്ത് വിളിച്ചപ്പോ കഴിഞ്ഞ കാലങ്ങളിൽ ആ മുദ്രാവാക്യം ഏറ്റുവിളിച്ച ഈ പ്രദേശത്തെ പോയ കാലത്തെ തലമുറ, അവരുടെ കഠിനാധ്വാനം വെറുതെയായോ എന്ന ഒരു ചോദ്യമുണ്ട്. അത് വെറുതെയായി പോയില്ല, അത് അനാഥമായി പോയില്ല. ഈ പ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പച്ച പതാക ഒരു കരുതും തണലും കൊടുത്തു എന്നാണെങ്കിൽ, അവര് വിളിച്ച മുദ്രാവാക്യങ്ങളും പാഴായി പോയിട്ടില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുത്തെ ഇളം തലമുറയിൽപ്പെട്ട നിങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളും പാഴായി പോകില്ല എന്നാണ്. ഈ 64 ലക്ഷം വോട്ട് ബീഹാർ എന്ന സംസ്ഥാനത്ത് ഇപ്പോ നഷ്ടമാകുമ്പോ അവിടുത്തെ ഒരു ജില്ലയുണ്ട്. ആ ജില്ലയുടെ പേര് കിഷൻഗഞ്ച് എന്നാണ്. ആ ജില്ലയിൽ ഇതിനു മുൻപ് നേരത്തെ വോട്ടെടുപ്പ് നടന്നപ്പോ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ജില്ലയിലെ ഒരു ബൂത്തിൽ 2000 വോട്ട് ഉണ്ടായിരുന്നു. 2000 വോട്ട്. ഇപ്പോൾ അവിടെ 15 വോട്ടേ ഉള്ളൂ. നിങ്ങളുടെ ഈ മലപ്പുറത്തേക്കാൾ, നിങ്ങളുടെ ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയേക്കാൾ മനുഷ്യർ തിങ്ങിത്താമസിക്കുന്ന ആ പ്രദേശത്ത് ഒറ്റ നിൽപ്പിൽ 12,000 പേർ വോട്ടർ പട്ടികയിൽ നിന്ന് അപ്രത്യക്ഷരായി. ഇനി വോട്ടവകാശമുള്ള കേവലം 15 പേരാണ് അവിടെ അവശേഷിക്കുന്നത് എന്ന് വരുമ്പോ ആ പ്രദേശത്തു മാത്രം ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് എന്തുകൊണ്ട് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടു എന്ന് പരിശോധിക്കുമ്പോ സംഗതി ലളിതാണ്. നിങ്ങൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു രേഖ അവരുടെ പലരുടെയും കയ്യിലില്ലാതെ പോയി.
അവനവന്റെ ജനന സർട്ടിഫിക്കറ്റ്, മാതാപിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റ്. ഞാൻ പറയുന്നത് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾ ഇവിടെ നിന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചു പറഞ്ഞയച്ച മുസ്ലിം ലീഗിന്റെ ഒരു പ്രതിനിധിയോട് നിങ്ങൾ പറഞ്ഞാൽ അയാൾ തന്നെ അപേക്ഷ എഴുതി നിങ്ങളുടെ ഒപ്പുവാങ്ങി പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ പോയി തയ്യാറാക്കി നിങ്ങളെ ഏൽപ്പിക്കുന്ന ഒരു രേഖ അതില്ലാതെ പോയതിന്റെ പേരിൽ അവിടെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഇതാ വോട്ടവകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരിപ്പോ ഡൗട്ട്ഫുൾ സിറ്റിസൺസ് ആണ്. അടുത്ത ഘട്ടത്തിൽ അവർ ഡൗട്ട്ഫുൾ, ഇപ്പോൾ അവർ ഡൗട്ട്ഫുൾ വോട്ടറാണ്, പിന്നീട് ഡൗട്ട്ഫുൾ സിറ്റിസണായി മാറും. ആദ്യം വോട്ടവകാശം, പിന്നെ പൗരത്വം, പിന്നാലെ ഡിറ്റൻഷൻ സെന്റർ എന്ന രാജ്യം ഭരിക്കുന്ന RSSന്റെ മുസ്ലിം വിരുദ്ധമായ അജണ്ട അവിടെ നടപ്പാക്കപ്പെടുമ്പോ ശബ്ദമില്ലാതെ അവനവന്റെ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് പോലും സംഘടിപ്പിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ കരുത്തില്ലാതെ അവിടുത്തെ ലക്ഷക്കണക്കിന് മനുഷ്യർ അനാഥരാണ്. ഞാൻ ലളിതമായിട്ട് പറഞ്ഞത് എന്റെ ഗൗരവം. നമ്മുടെ നാട്ടിലിപ്പോ ഈ പെൺകുട്ടികൾക്ക് എമ്പാടുള്ള ഒരു പേര് ഏതാണെന്നറിയോ നിങ്ങൾക്ക്? 100 പെൺകുട്ടികളെ കണ്ടാൽ 10 പെൺകുട്ടികൾക്ക് ആ പേരുണ്ടാവും. ഫിദ എന്ന പേരാണത് അല്ലേ? ഒരു വീട്ടിലൊരു 10 ഫിദ ഉറപ്പാണ് അല്ലേ? ഫിദ എന്ന് വേണമെങ്കിൽ നമുക്ക് 2 രൂപത്തിൽ എഴുതാം. ഇംഗ്ലീഷിൽ FIDA ഫിദയാണ് അല്ലേ? FIDHA അതും എന്താണ്? ഫിദയാണ്. ഇപ്പൊ ഈ കോട്ടക്കൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു പഞ്ചായത്ത്, അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ഒരു വാർഡ് മെമ്പർ, ആ വാർഡ് മെമ്പർ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ നിങ്ങൾക്കുള്ള പങ്ക്, അതിലൂടെ നിങ്ങൾ ഉറപ്പാക്കുന്ന ജനാധിപത്യത്തിലെ നിങ്ങളുടെ പ്രാതിനിധ്യം, ഇതിനെക്കുറിച്ച് ഒന്നും നമുക്കിപ്പോ വലിയ ഗൗരവമില്ല. നമ്മളെ ഒറ്റ കാര്യം മനസ്സിലാക്കിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ ഹോസ്പിറ്റലിലെ നിങ്ങളുടെ കുട്ടിയുടെ പേരെഴുതിയ രേഖയുണ്ട്. അതിൽ FIDA ഫിദ എന്ന് എഴുതിയിരിക്കുന്നു. നിങ്ങൾ ആ പേപ്പർ കൊണ്ടുപോയി മുനിസിപ്പാലിറ്റിയിൽ കൊടുക്കുന്നു. മുനിസിപ്പാലിറ്റി നിങ്ങളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. അതിൽ അയാൾ എഴുതുമ്പോ അയാൾക്ക് ചെറിയൊരു പെശക് സംഭവിക്കുന്നു. അയാൾ എഴുതുന്നത് FIDHA എന്നാണ്. അതും ഫിദയാണ്, ഇതും ഫിദയാണ്. എഴുതി അയാൾക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എന്നിരിക്കട്ടെ, നിങ്ങൾ അത് വാങ്ങി വരുന്നു അല്ലേ? 2 രേഖകളിലും 2 പേരായി അത് മാറാൻ, നിങ്ങൾക്കൊരു പാസ്പോർട്ട് നിഷേധിക്കപ്പെടാൻ, നിങ്ങൾക്കൊരു ഫ്ലൈറ്റ് യാത്രയിൽ ബുദ്ധിമുട്ടുണ്ടാവാൻ അത് മതിയാവും ഇല്ലേ? ഫ്ലൈറ്റ് യാത്രയുടെ മാത്രം കാര്യമല്ല, അത് രാജ്യത്തെ പൗരത്വത്തിന്റെ വിഷയമാണെങ്കിലോ, നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ പറയുന്നു. നിങ്ങളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ ഒരു അക്ഷരം മാറുന്നു. നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ് കൃത്യമാണ്. എന്റെ മുൻപിൽ ഇരിക്കുന്ന സഹോദരി, അവരുടെ ഭർത്താവ്, അവരുടെ മകൾ അല്ലെങ്കിൽ മകൻ, നിങ്ങൾ 4 പേരടങ്ങുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിൽ നിന്ന് ഭർത്താവ് ഇന്ത്യൻ പൗരനാണ് എന്ന് വരുന്നു, 2 മക്കളും ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് വരുന്നു. നിങ്ങളിൽ ഒരാൾ മാത്രം ഇന്ത്യൻ പൗരയല്ല എന്ന് കണ്ടെത്തപ്പെടുന്നു. നിങ്ങൾ വെറുതെ മനസ്സിലൊന്ന് ചിന്തിച്ചോ? അങ്ങനെ ഇന്ത്യൻ പൗരയല്ലാത്ത നിങ്ങളെ ഈ രാജ്യത്തു നിന്ന് നാട് കടത്താൻ തീരുമാനിക്കുന്നു, ജയിലടക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഈ പറയുന്നത് അതിശയോക്തിയല്ലേ എന്നാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ബംഗാളിൽ താമസിക്കുന്ന ഷമാ ബാനു എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ വീട് വരെ വരണം. അവർ ബംഗ്ലാദേശിൽ ജനിച്ച ആളാണ്. അവരുടെ ഭർത്താവ് ബംഗ്ലാദേശിയാണ്. അവരുടെ 3 മക്കളും ആസാമിലാണ് ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ. അവർ ആസാമിൽ ജനിച്ച ബംഗാളി ഭാഷ സംസാരിക്കുന്ന ഇന്ത്യക്കാരാണ്. ആസാമിൽ NRC വരുന്നു. ഭർത്താവിന് ഇന്ത്യൻ പൗരത്വം ഉറപ്പാവുന്നു, മക്കൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നു. ഷമാ ബാനു മാത്രം പൗരത്വ പട്ടികയുടെ പുറത്തു പോകുന്നു. ബംഗാളി ഭാഷ സംസാരിക്കുന്ന ആസാമിൽ ജനിച്ച അവിടെ വളർന്ന ഷമാ ബാനു എന്ന ആസാമിയായ ഇന്ത്യക്കാരി അവൾ ബംഗ്ലാദേശിയാണ് എന്ന് അവിടുത്തെ BJPയുടെ സംവിധാനങ്ങൾ തീരുമാനിക്കുന്നു. പോലീസിന്റെ വാഹനം വരുന്നു. എന്റെ ഭാര്യയെ കൊണ്ടുപോകരുത്, എന്റെ ഉമ്മയെ കൊണ്ടുപോകരുത് എന്ന് വാവിട്ട് കരഞ്ഞ മക്കളുടെ ഭർത്താവിന്റെ മുന്നിലൂടെ ആ സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ആസാമിന്റെ തലസ്ഥാന നഗരമായ ഗുവാഹട്ടിയിൽ കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് നാടുകടത്താൻ തീരുമാനിക്കുന്നു. ബംഗ്ലാദേശ് അതിർത്തിയിൽ അപ്പുറത്ത് അവരെ കൊണ്ടുപോയി തള്ളുന്നു. മുമ്പിൽ അങ്ങനെ കാണുന്ന ബംഗ്ലാദേശ് എന്ന രാജ്യത്ത് ഷമാ ബാനുവിൽ ആരുമില്ല.
അവരുടെ ബന്ധുക്കൾ ആരുമില്ല, അവരവിടെ ജനിച്ചിട്ടില്ല, അവിടെ ജീവിച്ചിട്ടില്ല. മുഖപരിചയമുള്ള ഒരാൾ പോലും ആ രാജ്യത്ത് ക്ഷമാപാനുവിനില്ല. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ നോമാൻസ് ലാൻഡിൽ പായലുകൾ കഴിച്ച് ചെളിവെള്ളം കുടിച്ച് ആ പാവപ്പെട്ട സ്ത്രീ 12 ദിവസങ്ങളോളം തള്ളി നീക്കി എന്നാണ്. എന്നിട്ടോ പോലീസിന് മനസ്സിലായി തെറ്റുപറ്റിയതാണ്. ക്ഷമാബാനു ഇന്ത്യൻ പൗരയാണ്. 12 ദിവസങ്ങൾക്ക് ശേഷം ആ സ്ത്രീയെ വീട്ടിൽ തിരിച്ചെത്തിച്ചു എന്നാണ്. 12 ദിവസം ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ നടുവിൽ നിങ്ങളെപ്പോലെ ഒരു സ്ത്രീ തന്റെ രാജ്യമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പിന്നിട്ട് പിറന്നു വളർന്ന ഇന്ത്യ എന്ന രാജ്യത്ത് താൻ വിട്ടുപോകുന്ന മക്കളെയും താൻ വിട്ടുപോകുന്ന ഭർത്താവിനെയും എന്ന് കാണുമെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഒറ്റപ്പെട്ടു നിന്ന ആ 12 ദിവസങ്ങൾ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിക്കാണ്. ബംഗ്ലാദേശിന്റെയും ഇന്ത്യയുടെയും അതിർത്തിയിൽ ആ സ്ത്രീ നിന്നത് 12 ദിവസം. നിങ്ങളിൽ ആർക്കെങ്കിലും 12 മിനിറ്റ് അങ്ങനെയൊന്ന് നിൽക്കാൻ ധൈര്യമുണ്ടോ? ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ വേണ്ട എത്ര പേർക്ക് ഈ കാണുന്ന കോട്ടക്കൽ അങ്ങാടിയിൽ വിളിച്ചാൽ വിളിപ്പുറത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഉണ്ട്, നിങ്ങൾ സുരക്ഷിതയാണ് എന്ന ധൈര്യമില്ലാതെ നിങ്ങളുടെ കോട്ടക്കൽ അങ്ങാടിയിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എത്ര പേർക്ക് നിൽക്കാൻ കഴിയുമെന്ന ചോദ്യമുണ്ട്. ഇപ്പൊ തിരിഞ്ഞു തുടങ്ങിയോ നിങ്ങൾക്ക് കോട്ടക്കൽ ലീഗായിരിക്കുന്നതിന്റെ സുഖം, കേരളത്തിലെ ഒരു മുസ്ലിം ആവുന്നതിന്റെ സുഖം? ഈ രാജ്യത്ത് നിങ്ങളുടെ വീട് തേടി ഈ മലയാളക്കരയിൽ അങ്ങനെ ഒരു പൊന്നു തമ്പുരാനും വരില്ല എന്ന ഉറപ്പുണ്ട്. ആ ഉറപ്പ് ഈ കേരളത്തിൽ കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനത്തിന്റെ പേര് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ്. മനസ്സിലാക്കിക്കോ, അതാണ് വ്യത്യാസം. നിങ്ങൾ ഒരുപാട് ദൂരെ ഒന്നും പോകണ്ടിട്ട് നമ്മളെ സമയം തീർന്നു. 2 മുസ്ലിങ്ങൾ, 2 തരം മുസ്ലിങ്ങൾ ഇല്ലേ? നമ്മൾ ഒരേ സമയം മുസ്ലിമാണ്, ഒരേ സമയം ഇന്ത്യക്കാരനാണ്, ഒരേ സമയം മലയാളിയാണ്, ഒരേ സമയം പുരുഷനും സ്ത്രീയുമാണ്. നമുക്ക് ഒരുപാട് ഐഡന്റിറ്റികളുണ്ട്. മതപരവും ഭാഷാപരവുമായ ഐഡന്റിറ്റികൾ ചോർത്തു പറഞ്ഞാൽ ഐ ആം എ മലയാളി മുസ്ലിം, ഞാൻ മലയാളം സംസാരിക്കുന്ന ഒരു മുസ്ലിമാണ് ഇല്ലേ? നമ്മുടെ വീട്ടിലൊരു കൂട്ടര് വരാറുണ്ടല്ലോ, അവൻ ബംഗാളിയാണ്. ഞങ്ങൾ കേരളത്തിൽ ബംഗാളികൾ ആദ്യം വന്ന പ്രദേശത്തു നിന്നാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്ക് ബംഗാളികളുടെ സേവനം ലഭിച്ചു തുടങ്ങിയത് 2010 ശേഷമാണെങ്കിൽ 1990കളുടെ ആദ്യം മുതൽ എന്ന് വെച്ചാൽ 35 വർഷങ്ങൾക്ക് മുൻപ് ലക്ഷക്കണക്കിന് ഉത്തരേന്ത്യൻ തൊഴിലാളികൾ, അതിഥി തൊഴിലാളികളായി എത്തിയ പെരുമ്പാവൂരിൽ നിന്ന് വരുന്ന ഒരാളാണ് ഞാൻ. ആ ബംഗാളി എന്ന് നമ്മൾ പറയുമ്പോൾ അവനെ ഭായി എന്ന് നമ്മൾ വിളിക്കും അല്ലേ? ഭായി എന്ന് വെച്ചാൽ സഹോദര എന്നാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ പറമ്പിൽ പണിക്ക് വന്ന, നിങ്ങളുടെ തൊടിയിൽ പണിക്ക് വന്ന ബംഗാളിയെ ഭായി എന്ന് വിളിക്കുമ്പോ സഹോദര എന്നൊരു നീയത്ത് നമ്മുടെ ആരുടെയെങ്കിലും കൽബില് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഭായി എന്ന് വെച്ചാൽ വീട്ടിലെ വേലക്കാരനെ വിളിക്കുന്നതിനേക്കാൾ കുറഞ്ഞൊരു അർത്ഥം സഹോദര എന്ന് തന്നെയാണ്. പക്ഷെ നമ്മുടെ ആരുടെയും നീയത്ത് സഹോദര എന്നായിരുന്നില്ല. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കണ്ണിൽ ഞാൻ രാവിലെ വിലയിട്ടെടുത്ത വൈകുന്നേരമാകുമ്പോ 600 രൂപ കൂലി കൊടുക്കേണ്ട ഒരു അടിമ എന്നതിനപ്പുറത്ത് നമ്മൾ ആ ബംഗാളിയെ മനസ്സിലാക്കിയിട്ടേ ഇല്ല. അവന്റെ ഭാഷയോട് പുച്ഛാണ്, അവന്റെ വേഷത്തോട് പുച്ഛാണ് ഇല്ലേ? എന്നാൽ അവൻ സംസാരിക്കുന്ന ഭാഷ നമ്മൾ എല്ലാ ദിവസവും കേൾക്കാറുള്ള ഭാഷയാണ്. അവന്റെ ബംഗാളിയോട് നമുക്ക് പുച്ഛാണ്. പക്ഷെ ഈ പരിപാടി അവസാനിക്കുമ്പോ ബംഗാളി ഭാഷയിൽ ആ വരികൾ മുഴങ്ങാൻ തുടങ്ങിയാൽ എന്റെ മുൻപിലിരിക്കുന്ന നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിൽക്കും ഇല്ലേ? ജനഗണമന അധിനായക ജയ. ബംഗാളി രാജ്യത്തിന്റെ ദേശീയ ഗാനത്തിന്റെ ഭാഷയാണ്, ടാഗോറിന്റെ ഭാഷയാണ്, സ്വാമി വിവേകാനന്ദന്റെ ഭാഷയാണ്, ഇന്ത്യയുടെ നവോത്ഥാനത്തിന്റെ ഭാഷയാണ്. ആ ഭാഷയുടെ കൈപിടിച്ചാണ് ഇന്ത്യക്കാരനായിരുന്ന രവീന്ദ്രനാഥ ടാഗോർ നോബൽ സമ്മാനം പാടിയത്. ലോകത്തിന് മുൻപിൽ ഇന്ത്യയുടെ അഭിമാനമുയർത്തിയ ഭാഷയാണ് ബംഗാളി. ഈ രാജ്യത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന 2ാമത്തെ ഭാഷയാണ് ബംഗാളി. അവൻ ബംഗാളി മുസ്ലിമാണ്, നിങ്ങൾ മലയാളി മുസ്ലിംകളാണ്. എന്റെ പിൻപിൽ ഇപ്പോ ഖലീൽ ഇരിപ്പുണ്ട്, മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാണ്. ഇവിടുത്തെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ അവർ നടപ്പാക്കുന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി ഉത്തരേന്ത്യ മുഴുവൻ ആ ചെറുപ്പക്കാരുടെ സംഘം യാത്ര ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പോകുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഒറീസ 1500 ബംഗാളി മുസ്ലിങ്ങൾ അറസ്റ്റിലാണ്. മഹാരാഷ്ട്ര ആയിരക്കണക്കിന് പേർ അറസ്റ്റിലാണ്. ഗുജറാത്തിൽ ആയിരക്കണക്കിന് പേരെയാണ് അവരുടെ വീടിടിച്ചു നിരത്തി കുടിയൊഴിപ്പിച്ചത്. ഒറ്റ ദിവസം 6500 വീടുകൾ. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച അന്ന് വൈകിട്ട് ആസാമിൽ, പിന്നെ ഗുജറാത്തിലെ അഹമ്മദാബാദിലെ ചന്ദോലയിൽ
ബംഗാളി ഭാഷ സംസാരിക്കുന്നവരുടെ 6500 വീടുകൾ ഇടിച്ചു നിരത്തി. ഈ കഴിഞ്ഞ ദിവസം ഒരു 15 വയസ്സുകാരന് ആസാമിൽ നിന്ന് പിടിച്ചെടുത്ത് ബംഗാളി ഭാഷ സംസാരിക്കുന്നതിന്റെ പേരിൽ ബംഗ്ലാദേശിലേക്ക് നാട് കടത്തി. നിങ്ങൾ കൽക്കട്ടയിൽ പോവാറില്ല, നിങ്ങൾ ഡൽഹിയിൽ പോകാറുണ്ട്. നിങ്ങളുടെ 100 കണക്കിന് മക്കൾ ഈ കേരളത്തിന്റെ വെളിയിൽ പഠിക്കുന്നുണ്ട്. അവൻ ഇന്ത്യയിലെ ഒരു ഭാഷ സംസാരിക്കുന്ന മലയാളി മുസ്ലിമാണ്, മറ്റവൻ ബംഗാളി മുസ്ലിമാണ്. പക്ഷെ ബംഗാളി സംസാരിക്കുന്ന ഒരു മുസ്ലിം ബംഗ്ലാദേശി അല്ല എന്ന് തെളിയിക്കേണ്ടി വരാണ് ഈ രാജ്യത്തുടനീളം. രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റുകൾ ബംഗാളി ഭാഷ സംസാരിക്കുന്ന മുസ്ലിമിനെ ഇന്ത്യ മുഴുവൻ വേട്ടയാടി പിടിക്കുന്നു. മലയാളി മുസ്ലിങ്ങളായ നമ്മൾ സുരക്ഷിതരായി അഭിമാനത്തോടെ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു. ലോകത്തെവിടെ ചെന്നാലും നമ്മളെ മൽബാറി എന്ന് വിളിക്കുന്നു. മൽബാറി എന്ന് നിങ്ങളെ വിളിച്ച അറബിയുടെ കണ്ണിൽ പുച്ഛമില്ല. മൽബാറി എന്ന് നിങ്ങളെ വിളിച്ച ആ അറബിയുടെ നാവിൽ നിങ്ങൾക്ക് ബംഗാളിയോടുള്ള അറപ്പില്ല. മലബാറി എന്ന വാക്ക് ലോകത്തെവിടെയും നിങ്ങൾക്ക് ഇസ്സത്ത് നൽകിയപ്പോ ബംഗാളി എന്ന വാക്ക് അവന് അപമാനമാണ്. അവനെ വേട്ടയാടുന്ന, അവനെ തുറുങ്കിലടക്കുന്ന ഒരു പാപഭാരം കണക്ക് ബംഗാളി എന്ന ലേബൽ മാറാണ്. മലബാറി എന്നത് നിങ്ങൾക്ക് അഭിമാനമായി മാറുകയാണ്. അവിടെയാണ് അവസാനത്തെ ചോദ്യം. ഞാൻ നിർത്തുകയാണ്. ഈ ഇസ്സത്ത് ആരുണ്ടാക്കി? നമ്മൾ പറയും ഇത് ലീഗ് ഉണ്ടാക്കി. ചിലര് പറയും അല്ല, ഇത് ലീഗ് അല്ല ഉണ്ടാക്കിയത്, ഇത് ഞങ്ങളാണ് ഉണ്ടാക്കിയത്. എങ്ങനെ ഉണ്ടാക്കി? ഇടവിട്ട് ഞങ്ങൾ കേരളത്തിൽ അധികാരത്തിൽ വന്നു എന്ന് വെച്ചാൽ 5 വർഷം കോൺഗ്രസ് ഭരിച്ചു, പിന്നെ 5 വർഷം ഞങ്ങൾ ഭരിച്ചു. അപ്പൊ ഇടവിട്ട് 5 വർഷം കൊണ്ട് സഖാവ് VS അച്യുതാനന്ദന്, അതിനു മുൻപ് സഖാവ് നയനാർക്ക്, അതിനു മുൻപ് പിന്നെ സഖാവ് EMSന്, ഇവർക്കൊക്കെ കിട്ടിയ അധികാരം ഉപയോഗിച്ച് ഞങ്ങൾ CPM-കാർ ഞങ്ങൾ ഉണ്ടാക്കിയതാണ് ഇസ്സത്ത്, അല്ലേ? അപ്പൊ ഇടവിട്ട് 5 വർഷം വെച്ച് കേരളം ഭരിച്ച CPM നമുക്ക് ഇത്രയും ഇസ്സത്ത് ഉണ്ടാക്കി തന്നാൽ ഇടതടവില്ലാതെ അവർ ഭരിച്ച ബംഗാളിലെ മുസ്ലിമിന് എത്രമാത്രം ഇസ്സത്ത് ഉണ്ടാവണമായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അല്ലേ? അവർക്ക് 200% സാക്ഷരത ഉണ്ടാകണമായിരുന്നു. അവരുടെ കയ്യിൽ ഇവിടുത്തേതിന്റെ ഇരട്ടി കോളേജുകൾ ഉണ്ടാകണമായിരുന്നു. ഇവിടുത്തേതിന്റെ ഇരട്ടി സർവകലാശാലകൾ അവർക്ക് ഉണ്ടാകണമായിരുന്നു. ഉണ്ടായില്ല എന്ന് തെളിയിക്കാൻ എന്റെ സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളെ എന്റെ കൂടെ കൽക്കട്ടയിലേക്ക് വരൂ എന്ന് പറയുന്നില്ല. ഞായറാഴ്ച ഒന്ന് കോട്ടക്കലങ്ങാടി വരെ പോകൂ എന്നേ പറയേണ്ടതുള്ളൂ. എന്ന് വെച്ചാൽ നിരന്തരമായി അധികാരം കൈയാളിയ ബംഗാളിൽ ആ ബംഗാളി മുസ്ലിമിന് CPM ഉണ്ടാക്കി കൊടുത്ത ഇസ്സത്തിന്റെ ബാക്കിപത്രം കണക്കെയാണ്. രാജ്യത്ത് BJP-യുടെ ബുൾഡോസറുകൾ നീണ്ടുവരുമ്പോ, അവരുടെ ആൾക്കൂട്ടം നീതി നടപ്പാക്കുമ്പോ നിശബ്ദം അതിന് ഇരകളാകേണ്ടുന്ന ഗതികേടിലേക്ക് ബംഗാളിലെ മുസ്ലിങ്ങൾ തരം താണു പോയത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് മൽബാറി എന്ന ഇസ്സത്ത് നിങ്ങൾക്ക് എവിടെ നിന്നുണ്ടായി എന്ന അന്വേഷണം തുടങ്ങേണ്ടത്. ആ അന്വേഷണം തുടങ്ങുന്നത്, അത് അവസാനിക്കുന്നത് 7.5 പതിറ്റാണ്ട് മുൻപ് ഒന്നുമില്ലാത്ത ഒരു ഭൂതകാലത്ത് ഇതുപോലെ ഒരു വർത്തമാനകാലം സാധ്യമാകുമെന്ന പ്രതീക്ഷ പോലുമില്ലാതെ അരവയർ വിശന്ന് ഒട്ടിയപ്പോഴും ആ ഒട്ടിയ വയറിലേക്ക് പച്ച ബെൽറ്റ് കൊണ്ട് മുണ്ടു ചേർത്തു കെട്ടി തലമറച്ച് ആരുടെയും മുന്നിൽ തലകുലിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച് നമ്മുടെ പൂർവികന്മാർ നടത്തിയ ഉജ്ജ്വലമായ ആ പോരാട്ടത്തിന്റെ ബാക്കിപത്രം കണക്കെയാണ് ഈ ഇസ്സത്ത് നമുക്ക് ലഭിച്ചത് എന്ന തിരിച്ചറിവുണ്ടാവുക. ഞാൻ നിങ്ങളോട് പറയാണ്, കേരളത്തിലും അത് വെല്ലുവിളിക്കപ്പെടാൻ പോകുന്നു. എവിടെയോ ആസാമിലെ ഏതോ ഒരു കുഗ്രാമത്തിൽ പോലീസുകാർ തന്നെ മറ്റൊരു രാജ്യത്തേക്ക് പുറന്തള്ളാൻ കൊണ്ടുപോകുന്നു എന്ന് കാണുമ്പോ ഭയന്ന് വിറങ്ങലിച്ച ക്ഷമാബാനു എന്ന സ്ത്രീ നിങ്ങൾക്കൊരു കേട്ടുകഥയായിരുന്നുവെങ്കിൽ, ബീഹാറിൽ നടപ്പാക്കിയ SIR സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ രാജ്യം മുഴുവൻ നടപ്പാക്കും എന്നവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സംസ്ഥാനത്തേക്കും അത് വരാൻ പോവാണ്. 2002 വോട്ടർ പട്ടികയാണ് കേരളത്തിൽ അതിനടിസ്ഥാനമാക്കുക. 2002 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടായിരുന്നോ? നിങ്ങൾ കഴിച്ചിലായി. ഇല്ലെങ്കിൽ നിങ്ങൾ 2002 മുൻപ് ജനിച്ചവരാണെങ്കിൽ നിങ്ങളുടെ ജനന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ ഉപ്പയുടെ ജനന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 2002 ശേഷം ജനിച്ച ആളാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഈ പൊന്നുമക്കളുടെ കാലത്തുള്ള ആളാണെങ്കിൽ, നമ്മൾ ഈ ജെൻസി എന്ന് പറയുന്നവരുടെ കാലത്താണെങ്കിൽ അവരുടെ ജനന സർട്ടിഫിക്കറ്റ്, അവരുടെ മാതാപിതാക്കളായ നമ്മുടെ 2 പേരുടെയും ജനന സർട്ടിഫിക്കറ്റ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ എന്റെയും നിങ്ങളുടെയും കയ്യിൽ അക്ഷരത്തെറ്റില്ലാത്ത ഒരു ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടായെന്ന് വരാം. ചുരുക്കം ചിലരുടെ കാര്യങ്ങളിലെങ്കിലും എന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും
അക്ഷരത്തെറ്റില്ലാത്ത ഒരു ജനന സർട്ടിഫിക്കറ്റ് എനിക്ക് ഹാജരാക്കാൻ കഴിഞ്ഞെന്ന് വരാം. എന്റെ ഉപ്പ, ആ പാവപ്പെട്ട മനുഷ്യന്റെ പേര് 2002 വോട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ കുറച്ച് പ്രയാസത്തിലായി പോകുമെന്നാണ്. നമ്മളെ മാത്രമല്ല, നമ്മുടെ ആ പോയ തലമുറയെ കൂടി വേട്ടയാടാനുള്ള പകയോടെ രാജ്യം കീഴടക്കാൻ ഇറങ്ങി പുറപ്പെട്ട RSSനും സംഘപരിവാറിനും ഈ കേരളം കീഴടക്കാൻ വെമ്പൽ കൊള്ളുമ്പോ നാം പ്രതീക്ഷയർപ്പിച്ച് അധികാരത്തിന്റെ ഭരമേൽപ്പിച്ച കേരളം വാഴുന്ന പൊന്നു തമ്പുരാന് അത് തടയാനുള്ള കെൽപ്പുണ്ടോ എന്നതാണ് ചോദ്യം. നമ്മൾ ആരും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണം എന്ന് ഇന്ന് വരെ ആവശ്യപ്പെട്ടിട്ടില്ല. ഉണ്ടോ? സമരം ചെയ്തിട്ടുണ്ട്, എതിർപ്പ് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് രാജിവെച്ചിറങ്ങണം എന്ന് പറഞ്ഞിട്ടില്ല. എന്നാ കേട്ടോളൂ, ഈ ഭരണത്തിന്റെ അവസാന കാലയളവിൽ പിണറായി വിജയൻ രാജിവെച്ചിറങ്ങണം എന്ന് പറയാൻ നമുക്കൊരു കാരണമുണ്ടായിരിക്കുന്നു. ഒരു പോലീസ് ഓഫീസർ, ആ പോലീസ് ഓഫീസർക്കെതിരെ നടന്ന അന്വേഷണം ഞാൻ ചുരുക്കി പറയാണ്. ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പിണറായി വിജയൻ ഒപ്പിട്ട് രാജ്യത്തെ ഒരു വിജിലൻസ് കോടതിയുടെ മുന്നിൽ കൊണ്ടുപോയി വെക്കുക മാത്രമല്ല, ആ കേസിൽ ഹാജരായ വക്കീൽ പറഞ്ഞു, സൂക്ഷിച്ചു വായിച്ചോളിട്ടോ, പിണറായി ഒപ്പിട്ട കടലാസ. കോടതിയുടെ ഒരു ചോദ്യം ഉണ്ട്, എന്താ, ആരോട് ചോദിച്ചിട്ടാ ഇത് അയാൾ വായിച്ചത്? ആരോട് ചോദിച്ചിട്ടാ ഇത് അയാൾ ഒപ്പിട്ടത്? കാര്യം അയാൾ കേരളത്തിലെ വിജിലൻസിന്റെ തലവനായിരിക്കും. അത് ഭരണകാര്യങ്ങളിൽ വിജിലൻസിന് ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു അന്വേഷണം നടന്നാൽ ആ പേപ്പർ കാണാൻ, അത് തുല്യം ചാർത്താൻ പിണറായി വിജയൻ എന്നല്ല ഒരു പൊന്നു തമ്പുരാനും അധികാരമില്ല. അതിന് ഇന്ത്യയുടെ ഭരണഘടനയുണ്ട്, ഈ രാജ്യത്തെ കോടതികളുണ്ട്. കോടതികളുടെ പണിയെടുത്ത പിണറായി വിജയൻ ഭരണഘടനാ വിരുദ്ധമായ നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നൊരു കോടതി പറഞ്ഞു. സീസറുടെ ഭാര്യയും പിന്നെ സംശയത്തിന് അതീതമായിരിക്കണം എന്ന് കോടതി പറഞ്ഞപ്പോ KM മാണി സാറ് രാജിവെക്കാൻ 72 മണിക്കൂർ വൈകിയതിനാണ് 10-14 വർഷങ്ങൾക്ക് മുൻപ് പാവപ്പെട്ട തൊഴിലാളികൾ അടിച്ചു വൃത്തിയാക്കി കഴുകി തറ കണ്ടാൽ ചോറ് വാരിയിട്ടത് തിന്നാൻ മാത്രം കേരളത്തെ വൃത്തിയോടെ കൊണ്ടു നടന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആ സെക്രട്ടേറിയറ്റ് പറമ്പ് മുഴുവൻ ഇവന്മാര് തൂറി നിറച്ച് സമരം നടത്തിയത് എന്ന് ഓർക്കുമ്പോഴാണ് അരനാഴിക നേരം ആ കസേരയിൽ തുടരാൻ അവകാശമില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്നും കടിച്ചു തൂങ്ങിക്കിടക്കുക. ഇത്ര മാനം കെട്ട് അയാൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആ പോലീസ് ഓഫീസർ ആരാ? MR അജിത് കുമാർ. ആ MR അജിത് കുമാറിന്റെ ഗുണം എന്താണ്? സുരേഷ് ഗോപി മംഗലശ്ശേരി നീലകണ്ഠൻ കളിച്ച് കലക്കിയ പൂരം നടത്തി തൃശൂർ വിജയിച്ചപ്പോ പിണറായി വിജയന്റെ മന്ത്രിസഭയിൽ അയാളുടെ വലതുഭാഗത്തിരിക്കുന്ന റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ RSSകാരിത അവരുടെ കാവി കോണകവും കൊണ്ട് തൃശൂരിലെ പൂരപ്പറമ്പിൽ മെഴുകുന്നു എന്ന് പറയാൻ വിളിച്ചപ്പോ ഫോണെടുക്കാതെ പൂരം കലക്കാൻ RSSകാർക്ക് ഒത്താശ ചെയ്ത, അതിന് ദിവസങ്ങൾക്ക് മുൻപ് രാജ്യത്തെ ഏറ്റവും വലിയ ഫാഷിസ്റ്റ് സംഘടനയുടെ തലവൻ ഈ കേരളത്തിൽ വന്നപ്പോ ആരോരും കാണാതെ പാതിരാവിൽ ദത്താത്രേയ ഹൊസബലയെ പോയി കണ്ട കേരളത്തിലെ ഒരു പോലീസ് ഓഫീസർ MR അജിത് കുമാർ അയാളുടെ RSS ദാസ്യത്തെ, അയാളുടെ അഴിമതിയെ, അയാളുടെ കള്ളക്കച്ചവടത്തെ, അയാൾ കെട്ടിപ്പോക്കിയ മണിസൗധത്തെ, അയാൾ ഉണ്ടാക്കിയ കോടികളെ സംരക്ഷിക്കാൻ പിണറായി വിജയൻ ഇമ്മട്ടിൽ മാനം പടയിൽ വയ്ക്കുന്നുവെങ്കിൽ എത്രമാത്രം RSSനെ ഭയക്കുന്ന ഒരു ഭരണാധികാരിയാണ് കേരളത്തിൽ അധികാരത്തിൽ ഉള്ളത് എന്ന് ചിന്തിക്കാൻ നമുക്കിതൊരു അവസരമാണ്. ഇയാളെപ്പോലെ RSSനെ ഭയന്ന ഒരു ഭരണാധികാരിയെ നമ്മൾ കണ്ടിട്ടില്ല എന്ന യാഥാർത്ഥ്യം ഇപ്പോ നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ പറഞ്ഞത് ഇപ്പൊ വോട്ട് കൊള്ളാം, നമ്മൾ ആരും ശ്രദ്ധിക്കാത്ത ഒരു ഘടകം അതിലുണ്ട്. രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ച ഒരു വീട്ടിൽ 80 പേർ, മറ്റൊരു വീട്ടിൽ 153 പേർ, മരിച്ചവർക്ക് വോട്ട്, പച്ച ജീവനോടെ ഇരിക്കുന്നവർക്ക് വോട്ടില്ല. പല സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യുന്നവർ, മഹാദേവ്പുര മണ്ഡലത്തിലെ ബംഗളൂരു സെൻട്രൽ പാർലമെന്റ് മണ്ഡലത്തിലെ മഹാദേവ്പുരയെ ചൂണ്ടിക്കാണിച്ച് രാഹുൽ ഗാന്ധി അക്കമിട്ട് നിരത്തിയ തട്ടിപ്പുകൾ, ആ ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രം 1 ലക്ഷത്തിലേറെ വോട്ടുകൾ, കള്ളവോട്ടുകൾ ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോ രാജ്യം അത് ഞെട്ടലോടെ കേട്ടു എന്ന് മാത്രല്ല, ഇന്ത്യയിൽ നാളിതുവരെ നരേന്ദ്രമോദിക്ക് സ്തുതി പാടിയ മനുഷ്യർ പോലും രാഹുൽ ഗാന്ധി ഉയർത്തുന്ന ചോദ്യങ്ങളെ അംഗീകരിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ വന്നു. അത് UP നടക്കും, രാജസ്ഥാനിൽ നടക്കും, മധ്യപ്രദേശിൽ നടക്കും. അപ്പൊ ഒരു ചോദ്യമുണ്ട്, കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലേ, അവിടെ BJP എങ്ങനെ വോട്ട് ചേർത്തു? കർണാടക കേരളം പോലെയല്ല, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആദ്യമായി BJP അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ്.
കോൺഗ്രസ് 3-4 വർഷം ഭരിച്ചാൽ ഇല്ലാതാവുന്നതല്ല. കർണാടകയിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിലെ പുഴുക്കുത്തുകൾ, സംഘപരിവാറിന്റെ പിന്നെ അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന പുഴുക്കുത്തുകൾ. എന്നാ കേരളത്തിലേക്ക് വന്നാലോ, ഈ കേരളം ഒരു ദിവസം പോലും BJP ഭരിച്ചിട്ടില്ല. കേരളം രൂപീകരിക്കപ്പെട്ട് ഇന്നുവരെയുള്ള ചരിത്രത്തിൽ BJPയുടെ ഒരു MLA കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തിരുന്നത് ഒരേ ഒരാൾ, അതും 5 വർഷമാണ്. അവിടെ തൃശ്ശൂരിൽ കള്ള വോട്ട് ചേർത്തു. നമ്മൾ സുരേഷ് ഗോപിയെ ചീത്ത വിളിക്കണം, അയാളെ ചീത്ത വിളിക്കണം. രാജ്യത്ത് കേരളത്തിലെ മുഴുവൻ BJPക്കാരുടെയും വോട്ട് തൃശ്ശൂരിൽ കൊണ്ടുവന്ന് ചേർത്തിട്ടാണ് ഉളുപ്പില്ലാത്ത ആ മനുഷ്യൻ പാർലമെന്റിലേക്ക് വിജയിച്ചു പോയതെന്ന് പറയാൻ ലീഗിനാരും പേടിയില്ല. അവിടെ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം കേട്ടോ, നമ്മൾ കോട്ടക്കൽ വോട്ട് ചേർക്കാൻ പോയപ്പോ ആരെയാ കണ്ടത്? കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാരില്ലേ, ഉത്തരേന്ത്യയിൽ ആരെങ്കിലും വന്നിണോ? RSSകാര് വന്നിണോ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയില്? അത് തൃശ്ശൂരും വന്നില്ല കേട്ടോ. BJPക്കാരായ ഓഫീസർമാരാരും തൃശ്ശൂരിൽ എവിടെയും വന്നില്ല. അവിടെ BLOമാരായത്, അവിടെ വരണാധികാരിയായത്, അവിടെ ആ തെരഞ്ഞെടുപ്പ് നടത്തിയത് മലയാളം സംസാരിക്കുന്ന, കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളാണ്. അവിടുത്തെ ഒരൊറ്റ ഫ്ലാറ്റിൽ 100 ചേർക്കുമ്പോ BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് കേരളവർമ്മ കോളേജിലെ പ്രൊഫസറായ ആതിരയുടെ വീട്ടിൽ 167 പേർ താമസിക്കുന്നു എന്ന് വന്ന് പറയുമ്പോ 166 പേര് ഒരേ സമയം താമസിക്കുന്ന വീട് ഞങ്ങൾക്കൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞൊരൊറ്റ BLOയും പോയില്ല. എന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പൊ BLOമാരുടെ വെളിപ്പെടുത്തലുകൾ വരുന്നുണ്ട്, ഒറ്റയിടത്തും പോയി പരിശോധിക്കരുത് എന്ന്. സുനിൽകുമാർ അല്ല, രാജനല്ല, തൃശ്ശൂരിലെ LDFന്റെ ഏത് വലിയ നേതാവ് പരാതി തന്നാലും അത് അന്വേഷിച്ച് പോവണ്ട എന്ന് കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്, ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് ഉന്നതങ്ങളിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു എന്നാണ്. തൃശ്ശൂരിൽ BJP ഒരു കള്ളവോട്ട് ചേർത്തെങ്കിൽ അത് പിണറായി വിജയൻ അറിയാതെയല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ആ ജാഗ്രതയോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ സ്നേഹത്തോടെ ഒരു വട്ടം കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് 4 മണിക്കൂർ നീണ്ട പരിപാടിയിൽ ഈ അവസാന നിമിഷം വരെ ഇരുന്ന നിങ്ങൾ ഇതേ ക്ഷമ തുടർന്നും കാണിച്ചാൽ കേരളത്തിൽ ഏറ്റവും ക്ഷമയുള്ളവർ ലീഗ് പ്രവർത്തകർ എന്ന് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും ഭൂരിപക്ഷത്തോടെ സ്വന്തം സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുത്ത പ്രവർത്തകരായി മാറാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ഉറപ്പ് തന്നുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങൾ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.